ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോക്പാലിനെയും ലോകായുക്തയും കുറിച്ചാണ്. പരീക്ഷയ്ക്ക് അടുത്തിരിക്കുന്ന സമയമാണ്, അപ്പം വിശദമായിട്ട് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ ക്ലാസ് ഞാനൊന്ന് കമ്പയർ ചെയ്താണ് പഠിപ്പിക്കുന്നത്. ലോക്പാൽ വേഴ്സസ് ലോകായുക്ത. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ടോപ്പിക് ലോക്പാൽ വേഴ്സസ് ലോകായുക്ത എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പ് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എത്രയും വേഗം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ലോക്പാലും ലോകായുക്തയും അല്ലേ? അപ്പോൾ എന്താണ് ലോക്പാൽ, എന്താണ് ലോകായുക്ത? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോക്പാൽ എന്താണ്, ലോകായുക്ത എന്താണ്? കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അഴിമതി തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ഒരു ഓംബുഡ്സ്മാൻ സംവിധാനങ്ങളാണ് ഏതെന്ന് പറയുന്നത് ലോക്പാൽ, ലോകായുക്ത. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരുപാടൊന്നും കൺഫ്യൂഷൻ ആക്കാനുള്ളൊരു പോയിന്റേ അല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് ആദ്യമായി പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ ഏതാണ്? ഏത് പരിഷ്കരണ കമ്മീഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ്. അപ്പം ഇത്തരത്തിൽ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു സ്വതന്ത്ര അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കണം. അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ് എന്നത് ഒന്നാം പരിഷ്കരണ കമ്മീഷൻ 1966 ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. അതിന് ശേഷം അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 70 റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിരുന്ന വ്യക്തി ആരായിരുന്നു? K. ഹനുമന്തയ്യ ആയിരുന്നു. ഓക്കെ, 66 ഒന്നാമത്തെ പരിഷ്കരണ കമ്മീഷൻ വരുന്നു. ആ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? നിങ്ങൾക്കറിയാം ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു അല്ലേ? അപ്പം മൊറാർജി ദേശായി ആയിരുന്നു. പിന്നീട് 67 അദ്ദേഹത്തിന് പകരമായിട്ട് ആര് വരുന്നുണ്ട്? K. ഹനുമന്തയ്യ ചാർജ് എടുക്കുന്നു. അദ്ദേഹം ഇരുന്ന സമയത്താണ് 70 എന്ത് സമർപ്പിക്കുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ കൂടി നമ്മൾ ആ ഒരു ഭാഗമായിട്ട് പഠിക്കുകയാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലോക്പാലിൻ്റെ മുദ്രാവാക്യം എന്താണ്? നമുക്ക് ഓരോ സംവിധാനങ്ങൾക്കും ഓരോ മുദ്രാവാക്യം ഉണ്ടാവും. ലോക്പാലിൻ്റെ മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗധഃ കസ്യ സ്വിദ്ധനം എന്നുള്ളതാണ്. എന്താണ്? മാഗധഃ കസ്യ സ്വിധ്വനം എന്നുള്ളതാണ്. ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത്. എന്താണ്? ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത് എന്നുള്ളത് ആരുടെ മുദ്രാവാക്യമാണ്? ലോക്പാലിൻ്റെ മുദ്രാവാക്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ലോക്പാൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലോക്പാൽ വരാൻ കാരണമായിട്ടുള്ള നിയമം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 എന്ന് പറയുന്ന നിയമപ്രകാരമാണ് ഒരു നിയമം വരുന്നു. ആ നിയമം എന്ന് നിലവിൽ വരുന്നു? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ന് നിലവിൽ വരുന്നു? 2014 ജനുവരി മാസം 16 ഡേറ്റ് ഓർത്തിരിക്കുക. ഏത് ദിവസമാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്? 2014 ജനുവരി മാസം 16 ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോക്പാൽ കണ്ടു. നമ്മുടെ ടോപ്പിക്ക് തന്നെ ലോക്പാൽ മാത്രമല്ല, ലോകായുക്തയും പഠിക്കും. കേരളത്തിൽ ലോകായുക്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. നമ്മൾ കേരള PSC ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. കേരള ലോകായുക്ത നിലവിൽ വരാനായിട്ട് 99 നിയമപ്രകാരമാണ്. എന്താണ്? കേരള ലോകായുക്ത ആക്ട് 1999 എന്ന് പറയുന്ന ആക്ട് നിലവിൽ വന്നത് 1998 നവംബർ മാസം 15 ഓർഡിനൻസ് വഴിയാണ് ഈ പറയുന്ന നിയമം വരുന്നത്. ഓക്കെ, അപ്പോൾ 98 നവംബർ മാസം 15 കേരള ലോകായുക്ത ആക്ട് എന്ത് ചെയ്യുന്നത്? നിലവിൽ വന്നിട്ടുള്ളത്. ഒരു ഓർഡിനൻസിലൂടെ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ്. ഓക്കെ, അപ്പം കേരള ലോകായുക്ത ആക്ട് 99 നിലവിൽ വരുന്നത് 1998 നവംബർ മാസം 15 പിന്നീട് 99 കേരള ലോകായുക്ത നിയമത്തെ ഒന്നും ഭേദഗതി ചെയ്തുകൊണ്ട് കേരളത്തിൽ 2022 ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. കേരള ലോകായുക്ത ആക്ടിനെ ഭേദഗതി ചെയ്തുകൊണ്ട് 2022 ഒരു ഓർഡിനൻസ് കൂടി വന്നിട്ടുണ്ട്. ആ കാര്യം കൂടി നമ്മളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു സ്ഥാപനം ലോക്പാൽ ആയിക്കോട്ടെ ലോകായുക്ത ആയിക്കോട്ടെ ഇതെന്ത് തരം സംവിധാനമാണ്? നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, അഡ്വൈസറി ആണോ, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇത് നിയമം കൊണ്ട് സ്ഥാപിതമായതാണ് അല്ലേ? ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 എന്ന് പറയുന്നൊരു നിയമം വഴി സ്ഥാപിതമായതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം PSCക്ക് അങ്ങനെ ചോദിക്കാം. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് എന്ത് തരം സംവിധാനമാണ് എന്ന് ചോദിച്ചാൽ അതൊരു നിയമാനുസൃതമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റുകൾ ക്ലിയർ ആണ്.
നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. നമുക്കിനി വലിച്ചു വാരി എല്ലാം പഠിച്ച് പോയിന്റുകൾ വിശദമായി പഠിച്ച് അങ്ങനെയല്ല, അതിനുള്ളൊരു ടൈം നമുക്കില്ല. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. നമുക്ക് 2 ബോക്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലോക്പാലും ലോകായുക്തയും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ തലവും അതിൻ്റെ ആസ്ഥാനവും ഒക്കെ എവിടെയാണ് നോക്കാം. ആദ്യം ലോക്പാലിൻ്റെ ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്രതലത്തിൽ. നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, ഒരു കേന്ദ്രതലത്തിലുള്ള സംവിധാനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോകായുക്ത എവിടെയാണ്? സംസ്ഥാന തലത്തിൽ. സംസ്ഥാന തലത്തിലാണ് ലോകായുക്ത. ലോക്പാലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലോക്പാലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ലോക്പാലിൻ്റെ ആസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ലോകായുക്ത, കേരള ലോകായുക്തയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം? കേരളം. ഓക്കെ, കേരളത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഏത് ആക്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 ലോക്പാൽ നിലവിൽ വന്നിട്ടുള്ളത് അല്ലേ. ലോക്പാൽ നിലവിൽ വന്നിട്ടുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 പ്രകാരമാണ്. ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് 1 വർഷത്തിനകം എന്ത് വേണം? ഓരോ സംസ്ഥാനങ്ങളിലും അതാത് ലോകായുക്തകൾ ഫോം ചെയ്യണം. അതനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ചുള്ള ലോകായുക്ത വരണം എന്നുള്ളത്. 99 ആക്ട് പ്രകാരം കേരളത്തിൽ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, കേരളത്തിൽ വരുന്നിട്ടുള്ളത് 99 നിയമപ്രകാരമാണ്. ഓരോ സംസ്ഥാനത്തിലും പ്രത്യേക നിയമങ്ങളുണ്ട്. കേരളത്തിൽ അത് 1999 ലോകായുക്ത ആക്ട് വഴിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ലോക്പാലുണ്ട്, ലോകായുക്തയുണ്ട്, അതിനകത്ത് അംഗങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന ലോക്പാലിനെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ആരാണ്? രാഷ്ട്രപതിയാണ് ഈ പറയുന്ന അംഗങ്ങളെ നിയമിക്കുന്നത്. ഈ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ലോകായുക്ത മാറി ലോകായുക്തയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? ഗവർണറാണ്. നിയമിക്കുന്നത് ആരാണ്? ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. രാജി സമർപ്പിക്കുന്നത് ആർക്ക്, അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര തലത്തിലേക്ക് വരുമ്പോൾ ലോക്പാൽ അവിടെ ആരാണ് നിയമിച്ചത്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത്, രാജി സമർപ്പിക്കുന്നതും ആർക്കായിരിക്കണം? രാഷ്ട്രപതിക്കായിരിക്കും. ക്ലിയർ ആണല്ലോ? സംസ്ഥാന തലത്തിൽ നിയമിക്കുന്നത് ഗവർണർ ആയതുകൊണ്ട് തന്നെ രാജി സമർപ്പിക്കുന്നതും ആർക്കായിരിക്കണം? ഗവർണർക്കായിരിക്കണം. നീക്കം ചെയ്യുന്നതും ഗവർണറായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ആർക്കാണ് രാജി സമർപ്പിക്കുന്നത്, ആരാണ് നീക്കം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിയമിക്കുന്നത്, രാജി സമർപ്പിക്കുന്നത്, ആക്ട് ഏതാണ്, നമ്മൾ എന്തൊക്കെ നോക്കി? ആസ്ഥാനം നോക്കി, ഏത് തലത്തിലാണെന്ന് നോക്കി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു പാർട്ട് നോക്കാം. കാലാവധിയാണ്. എത്ര കാലാവധി? കാലാവധി PSCക്ക് ചോദിക്കാം. ലോക്പാലിൻ്റെ കാലാവധി എത്രയാ? ലോകായുക്തയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ലോക്പാലിൻ്റെ കാലാവധി 5 വർഷം 70 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം, 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം. കേരളത്തിലേക്ക് വരുമ്പോൾ കേരള ലോകായുക്തയിൽ എങ്ങനെയാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്നാണ്. 2022 ഒരു ഭേദഗതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന 70 വയസ്സ് എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഏതാണ് കാലാവധി? നിങ്ങളത് കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. ഇനി ആരൊക്കെ ഈ ഒരു പരിധിയിൽ ഉൾപ്പെടും? അവരുടെ ഒരു പരിധിയിൽ ഉൾപ്പെടുന്നത്, ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി വരും, കേന്ദ്രമന്ത്രിമാർ വരും, MP-മാർ വരും, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലെ ഗ്രൂപ്പ് ABCD വിഭാഗങ്ങളെ ഉദ്യോഗസ്ഥർ വരും, സർക്കാർ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി വരും, കേന്ദ്ര മന്ത്രിമാർ വരും, MP-മാർ വരും, കേന്ദ്ര സർവീസിലുള്ള ABCD ഗ്രൂപ്പിൽ പെടുന്ന ഉദ്യോഗസ്ഥർ വരും. അല്ലാതെ സർക്കാർ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങളിലെ ആര് വരും? ഡയറക്ടർമാരോ ഉദ്യോഗസ്ഥരോ വരും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലോക്പാലിൻ്റെ പരിധിയിൽ വരുന്ന ആൾക്കാരാണ്. അങ്ങനെ ആണെങ്കിൽ ലോകായുക്തയിലേക്ക് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ ആരൊക്കെ ഉൾപ്പെടും? മുഖ്യമന്ത്രി വരും, സംസ്ഥാനത്തെ മന്ത്രിമാർ വരും, അതുപോലെ തന്നെ MLA-മാർ വരും, സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടും. മുഖ്യമന്ത്രി വരും, സംസ്ഥാന തലത്തിലെ മന്ത്രിമാർ വരും, MLA-മാരുണ്ടാവും, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവും. അപ്പോൾ ഇത് നോക്കുക, ഇന്ന് നമുക്ക് ഈ ഒരു ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം കേന്ദ്ര തലത്തിൽ ആരൊക്കെ ആണ് ഈ പരിധിയിൽ ഉൾപ്പെടുന്നത്, അതുപോലെ തന്നെ ലോകായുക്ത എന്ന് പറയുന്ന പരിധിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് വരും. ഇനി ലോക്പാലിനെ നിയമിക്കുന്നതും ലോകായുക്ത നിയമിക്കുന്ന ഒരു സമിതി ഉണ്ടാവും, ഒരു സെലക്ഷൻ സമിതി ഉണ്ടാവും. ആ ഒരു സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതാണ്. കേന്ദ്ര തലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സമിതി രൂപീകരിക്കുമ്പോൾ ആ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? എന്താണ്? പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന തലത്തിലേക്ക് വന്നാൽ പ്രധാനമന്ത്രിയാണ് അവിടെയെങ്കിൽ സംസ്ഥാന തലത്തിൽ ആരുണ്ടാവും?
മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. സെലക്ഷൻ കമ്മിറ്റി, ലോകായുക്ത സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ലോക്പാലിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ഏതൊക്കെ പരിധിയാണ്, ആരൊക്കെയാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്? ലോകായുക്തയുടെയും ലോക്പാലിന്റെയും കാലാവധി എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പൊ ഈ ഒരു ടേബിൾ തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കിട്ടും. ഓക്കെ ആണല്ലോ. നമുക്ക് ലോക്പാലിന്റെയും ലോകായുക്തയും ഘടനയും യോഗ്യതയും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ലോക്പാലിലേക്ക് വരുമ്പോൾ ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, പേസിക്ക് ചോദിക്കാം. ലോക്പാലിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1+8 എന്ന ഫോർമാറ്റിലാണ്. ചെയർമാനെ കൂടാതെ 8 അംഗങ്ങൾ. എത്രയാണ്? ചെയർമാനെ കൂടാതെ 8 അംഗങ്ങൾ. നമ്മൾ ലോക്പാലിനെ കുറിച്ചൊക്കെ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് ഈ അംഗങ്ങളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ ക്രിസ്പായിട്ടുള്ള പോയിന്റാണ് പഠിക്കുന്നത്. 1+8 ഫോർമാറ്റ്, ഒരു ചെയർമാനും 8 അംഗങ്ങളും, പരമാവധി 8 അംഗങ്ങൾ. ഓക്കെ, മാക്സിമം 8 പേര്. ക്ലിയർ ആണല്ലോ. ഈ ലോക്പാലിന്റെ ഘടനയിൽ 50% ഉണ്ടല്ലോ ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം, ബാക്കി 50% നോൺ ജുഡീഷ്യൽ ആയിരിക്കണം. 50% വരുന്ന ആളുകൾ, പകുതി ആൾക്കാർ ജുഡീഷ്യൽ വിഭാഗത്തിൽ വരണം, പകുതി നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ആയിരിക്കണം. ഈ പറയുന്ന ഈ മൊത്തം എടുക്കുമ്പോൾ അതിൽ 50%, മൊത്തം 100, അതിലൊരു 50% ഏത് വിഭാഗക്കാരായിരിക്കണം? SC ST OBC ന്യൂനപക്ഷ അംഗങ്ങൾ അല്ലെങ്കിൽ വനിതകൾ എന്നിവർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലോക്പാലിന്റെ ഘടന ചോദിച്ചാൽ 1+8 ഫോർമാറ്റ് ആണ്. ഇതിൽ പകുതി ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം, പകുതി നോൺ ജുഡീഷ്യൽ ആയിരിക്കണം. ഈ ടോട്ടലിന് ഒരു പകുതി പേര് ഈ പറയുന്ന SC ST അല്ലെങ്കിൽ OBC ന്യൂനപക്ഷ വിഭാഗം വനിതകളിലാരെങ്കിലും ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. ഇതാണ് ഘടനയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെയാണ് ലോക്പാലിന്റെ എന്ത് പോകുന്നത്? ഘടന പോകുന്നത്. ക്ലിയർ ആണല്ലോ. ലോക്പാലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരാൾ, ബാക്കി 8 പേര്. ഈ ചെയർമാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം എന്നുള്ളത് നോക്കാം. ഈ ചെയർമാന് ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ റിട്ടേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. ഒന്നെങ്കിൽ എന്തായിരിക്കണം? സുപ്രീം കോടതിയിലെ ജഡ്ജ്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ തൊട്ട് മുന്നേ റിട്ടയർ ചെയ്തൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാനുള്ള ഇതുണ്ട്? ലോക്പാലിന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യതയുണ്ട്. ഇതുമല്ലെങ്കിൽ വേറൊരു യോഗ്യത കൂടിയുണ്ട്. കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവും, അഴിമതി വിരുദ്ധ നയം, പൊതുഭരണം, വിജിലൻസ്, ഇൻഷുറൻസ്, ബാങ്കിങ്, ധനകാര്യം, നിയമം, മാനേജ്മെൻറ്റ്, ഇത്തരം കുറേ വിഷയങ്ങളിൽ 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടിയാണെങ്കിൽ, സേവനം അനുഷ്ഠിച്ചുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലോക്പാലിൻ്റെ ചെയർമാനായിട്ടിരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ 2 യോഗ്യതകളും എവിടെയാണ് വരുന്നത്? ലോക്പാലിൻ്റെ ചെയർമാനായിട്ടിരിക്കാനുള്ളൊരു യോഗ്യതയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നോക്കുക, എന്തൊക്കെയാണ് ലോക്പാലിൻ്റെ ചെയർമാന് വേണ്ട യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ലോക്പാലിൽ എത്ര അംഗങ്ങൾ? ചെയർമാനെ കൂടാതെ 8 പേരുണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ടാവും, നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ടാവും അല്ലേ. ജുഡീഷ്യൽ അംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടേർഡ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പം 1+8 ഫോർമാറ്റിലാണ് പോകുന്നത്. ചെയർമാനെ കൂടാതെ 8 അംഗങ്ങളുണ്ട്. ഈ പറയുന്ന 8 അംഗങ്ങളിൽ എന്താണ്? ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ടാവും, നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ഉണ്ടാകും. ജുഡീഷ്യൽ അംഗങ്ങളുടെ യോഗ്യത എന്തൊക്കെയാണ്? ഒന്നുകിൽ ആ പറയുന്ന വ്യക്തി സുപ്രീം കോടതി ജഡ്ജിയോ മുൻ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഒക്കെ ആയിരിക്കണം. അതല്ലാതെ നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന അഴിമതി വിരുദ്ധ നയത്തിലേക്കോ പൊതുഭരണത്തിലേക്കോ ഇൻഷുറൻസ്, ബാങ്കിങ് തുടങ്ങിയ, അതായത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ അതേ യോഗ്യതകൾ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്രത്യേക അറിവും 25 വർഷത്തോളം എന്ത് ചെയ്യണം? സേവനം അനുഷ്ഠിച്ചുള്ളൊരു എക്സ്പീരിയൻസുമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ ജുഡീഷ്യൽ അംഗമാകാനുള്ളൊരു യോഗ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ചെയർമാൻ്റെ യോഗ്യത എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ജുഡീഷ്യൽ അല്ലെങ്കിൽ നോൺ ജുഡീഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ യോഗ്യതകൾ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ലോക്പാലുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമ്മൾ ലോകായുക്തയുടെ ഘടനയുടെ യോഗ്യതയെ കുറിച്ച് പറയുമ്പോൾ ലോകായുക്തയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും ഉണ്ട്. എന്താണ്? ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും ഉണ്ട്. കേരള ലോകായുക്തയിൽ ഒരു ലോകായുക്തയും ഉണ്ടാവും, 2 ഉപലോകായുക്തയും ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ലോകായുക്ത എന്ന് പറയുന്ന പൊസിഷൻ ഒരാളായിരിക്കും അല്ലേ. ആ ആൾക്ക് എന്ത് യോഗ്യത വേണം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആ പറയുന്ന വ്യക്തി മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി മുൻ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം,
ഇപ്പോൾ 2022 ഒരു ഓർഡിനൻസ് വന്നു, നിയമ ഭേദഗതി വന്നപ്പോൾ മുൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിക്കും ലോകായുക്തയാകാം എന്നുള്ളത് കൂട്ടിച്ചേർത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും യോഗ്യതകൾ, ഇതിലേതെങ്കിലുമൊക്കെ യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് എന്താവാൻ പറ്റും? ലോകായുക്ത, കേരള ലോകായുക്തയുടെ ലോകായുക്തയാവാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മുൻ സുപ്രീം കോടതി ജഡ്ജി ആവാം, അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാം. ഇതുമല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് മുൻ ഹൈക്കോടതി ജഡ്ജി ആവാം. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും യോഗ്യതകൾ കേരള ലോകായുക്ത ആവാനുള്ളൊരു യോഗ്യതയാണ്. ഇനി അടുത്തത് നമുക്ക് ഉപലോകായുക്ത ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉപലോകായുക്തയുടെ യോഗ്യത ഉണ്ടാവും. ഈ മുൻ ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത് 2022 ഓർഡിനൻസ് വഴിയാണ് വന്നിട്ടുള്ളത്. നിലവിലെ ഹൈക്കോടതി ജഡ്ജിക്കും ഉപലോകായുക്തയാകാൻ കഴിയുമായിരുന്നു. അപ്പം ഈ പറയുന്ന ഉപലോകായുക്തയുടെ യോഗ്യതകളിൽ നിലവിലെ ഹൈക്കോടതി ജഡ്ജിക്കും പറ്റുമായിരുന്നു. പക്ഷേ 2022 ഓർഡിനൻസ് വന്നപ്പോൾ അതെന്ത് ചെയ്തു? അതങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ മുൻ ഹൈക്കോടതി ജഡ്ജിക്ക് മാത്രമേ എന്താവാൻ പറ്റത്തുള്ളൂ? ഉപലോകായുക്തയാകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? കേരള ലോകായുക്തയിൽ ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയുമുണ്ട്. ലോക്പാൽ എടുക്കുമ്പോൾ 1+8, ഒരു ചെയർമാനും 8 അംഗങ്ങളുണ്ടാകും. ലോകായുക്തയിൽ 1, ഉപലോകായുക്ത 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു ഘടന എന്താണ്, യോഗ്യത എന്താണെന്ന് നോക്കുക. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഇവരെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം. ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെ കുറിച്ചും ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിയമനങ്ങളിലൊക്കെ പഠിക്കുന്നതാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ. ലോക്പാലുമായി ബന്ധപ്പെട്ട വ്യക്തി, ലോകായുക്തയുമായി ബന്ധപ്പെട്ടത്. ലോക്പാലിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആയിരിക്കും വ്യക്തി, അല്ലെങ്കിൽ ചെയർമാനായ വ്യക്തി. ഒരുപാട് വട്ടം PSC ചോദിച്ചതാണ്, നമ്മളതുകൊണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്? പിനാകി ചന്ദ്രഘോഷ് ആണ് അല്ലേ? അപ്പം ആദ്യത്തെ ലോക്പാലിന്റെ ചെയർമാനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? പിനാകി ചന്ദ്രഘോഷ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് പഠിക്കുമ്പോൾ നമ്മൾ നിലവിലെ പഠിക്കണം. നിലവിലെ ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആയ വ്യക്തി ആരാണ്? അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. എന്താണ്? അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ ആണ് എന്തെന്ന് പറയുന്നത്? നിലവിലെ ലോക്പാലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പം ലോക്പാലുമായി ബന്ധപ്പെടുന്ന 2 പ്രധാന വ്യക്തികളെ നോക്കി. ഒന്ന് പിനാകി ചന്ദ്രഘോഷ്, മറ്റൊന്നാരാണ്? അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ. അദ്ദേഹം നിലവിലെയാണ്. നമുക്ക് ലോകായുക്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ലോകായുക്ത ആരാ എന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് ആര്? നിലവിലെ ലോകായുക്ത എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് 2 ഉപലോകായുക്തകളുണ്ട്. പേരൊന്ന് നോക്കണം. ആരാണ്? ജസ്റ്റിസ് അശോക് മേനോനും മറ്റൊന്ന് ശ്രീമതി ജസ്റ്റിസ് ഷിർസി വിയുമാണ്. 2 പേരാണ് ഉപലോകായുക്ത. അശോക് മേനോനും അതുപോലെ തന്നെ ജസ്റ്റിസ് ഷിർസി വിയുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ലോകായുക്ത, 2 ഉപലോകായുക്ത. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. ആരാണ്? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെ കുറിച്ചും നമ്മൾ ഏറ്റവും പ്രസൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് നിലവിലെ ചെയർമാൻ. ഓൾറെഡി പിനാകി ചന്ദ്രഘോഷിനെ കുറിച്ച് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണ് അദ്ദേഹത്തെ പേര് ഒരുപാട് വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലെ കാര്യങ്ങൾ പഠിക്കണം. അപ്പോയിൻമെൻറ്റ്സ് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിലവിലെ ലോകായുക്ത പഠിക്കുക, നിലവിലെ ഉപലോകായുക്തകളുടെ പേര് കൂടി നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു പോവുക. ഓക്കെ, നമ്മൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ പഠിക്കും. ഈ പ്രസൻറ്റ് കാര്യങ്ങൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു ഫീൽഡ് വരുമ്പോൾ പഠിക്കണം. ഇത്രയും വ്യക്തികളാണ് നമുക്ക് പ്രധാനമായും ലോക്പാലിൻ്റെയും ലോകായുക്തയുടെയും പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും നോക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെക്കുറിച്ചുമുള്ള പ്രധാന പോയിന്റുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. നമ്മുടെ അംഗങ്ങളെക്കുറിച്ച്, ഘടനയെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോക്സ് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ കുറേ പോയിന്റ് നിങ്ങൾക്ക് അതിനകത്ത് പഠിച്ചു പോകും. പ്രിലിംസ് എക്സാമിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ പറയുന്ന ലോക്പാലിൻ്റെയും ലോകായുക്തയുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അല്ലാതെ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് ലോകായുക്ത എന്ന് പറയുന്ന സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ലോകായുക്ത ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം നിങ്ങൾ ഒരുപാട് പരീക്ഷകളിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് തവണ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ആൻസർ നിങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: ആദ്യമായി ലോകായുക്ത നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്